ഏതൊരു വിവാഹിതയായ സ്ത്രീക്കും വിവാഹത്തിന് ശേഷം സ്വന്തം വീട്ടിൽ വന്നു നിൽക്കുക എന്ന് പറയുന്നത് പ്രത്യേക അനുഭൂതിയാണ്. പ്രത്യേകിച്ച് എനിക്ക്. കാരണം എൻ്റെ സ്വന്തം വീട് കണ്ണൂരാണ്, ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, നമുക്ക് വീടിൻ്റെ താഴെ കുറച്ച് സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. പേരൻസിന് എപ്പോഴും പറമ്പിലോട്ടൊക്കെ ഇറങ്ങിപ്പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവിടെ ചെന്നത്. അവിടെ എത്തിയപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് കശുമാങ്ങ, അതായത് പറങ്കിയണ്ടി വീണ് കിടപ്പുണ്ടായിരുന്നു. കുറേയൊക്കെ പഴമൊക്കെ പഴുത്തും ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷമയോടെ അത് ഒരു ബാസ്ക്കറ്റിലാക്കി. ബാസ്ക്കറ്റൊന്നും എടുക്കാതെയാണ് ഞങ്ങൾ ഓൾറെഡി പറമ്പിലോട്ട് പോയത്. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ബാസ്ക്കറ്റ് കൊണ്ടു തന്നു. അതിൽ ഞങ്ങൾ അതൊക്കെ പെറുക്കി. അപ്പോഴാണ് ഒരു വാഴ ഒടിഞ്ഞു നിന്നത് കണ്ടത്. അതൊത്തിരി വലുതായിട്ടൊന്നുമില്ല, എന്നിരുന്നാലും ഞങ്ങൾ അതും കട്ട് ചെയ്തെടുത്ത്. ഒരു ചെറിയ കറിയായല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു തുടങ്ങി. ഇത് അധികം വലിപ്പമാകാത്ത കശുമാന്തൈയാണ്. ഞങ്ങൾ ആർളം ഫാമിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ട് നട്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വരാനും നോക്കാനൊന്നും സമയവും സൗകര്യവും നോക്കാറില്ല. എന്നിരുന്നാലും അതിലൊത്തിരി അണ്ടിയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ മെല്ലെ വീട്ടിലോട്ട് ഇറങ്ങി. ഇതിലെ ഒരു ഷോട്ടുണ്ട്, പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി അനിയത്തിയുടെ കുറച്ച് ഷോയാണ് കാണാൻ പോകുന്നത്. മഴക്കുലയും പിടിച്ചുകൊണ്ട് കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ടൊക്കെയാണ് അവൾ ചെയ്യുന്നത്. അനിയത്തിക്ക് കായ് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. വേഗം തന്നെ അതിൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്യുകയാണ് അവൾ. എന്നിട്ട് പറഞ്ഞു, നാളെ എനിക്ക് കറി ഉണ്ടാക്കി ഡ്യൂട്ടിക്ക് പോകുമ്പം കൊണ്ടുപോകാമല്ലോ എന്ന്. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയുകയല്ല, ഷോ കാണിക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഭൂമി മലയാളത്തിൽ അങ്ങുള്ളൂ. എന്തായാലും വല്ലപ്പോഴാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്നുള്ളത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് അണ്ടിയൊക്കെ പൊക്കി അവൾ കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല അവൾ പറയുന്നത്, നമുക്ക് ഒത്തിരി പൈസ കൊടുത്തല്ലേ നമ്മളിതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്, ഈ പ്രാവശ്യം ഇതൊക്കെ ചുട്ട് തിന്നാന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തി അമ്മ കൊണ്ടുവരാൻ താമസിച്ചപ്പോഴത്തേക്ക് വളരെയധികം അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഇവിടെ നടത്തി. എങ്ങനെയെങ്കിലൊക്കെ ഒടിച്ചെടുക്കാനൊക്കെ അവൾ നോക്കി കേട്ടോ. അതിനുശേഷമാണ് അമ്മ കത്തി കൊണ്ട് കൊടുത്തത്. കുരുത്തക്കേടിൻ്റെ കാര്യത്തിൽ വളരെ മുൻപിലാണ്.